നമസ്കാരം. ഓപ്പറേഷൻ തൂഫാൻ എന്ന പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് വളരെ സന്തോഷകരമായ കാര്യം. കാരണം അതിൻ്റെ സന്തോഷം മറ്റൊന്നുമല്ല, കേരളത്തിന് മാത്രമായി അത് ചെയ്യാൻ പറ്റില്ല. കേരളത്തിൽ വരുന്ന മയക്കുമരുന്നിനെയും അത് ഇവിടെ ഉപയോഗിക്കുന്നവരെയും കയ്യിൽ വയ്ക്കുന്നവരെയും പിടിക്കാം. പക്ഷേ ഇതിൻ്റെ വരവെന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര വരവാണ്. കപ്പൽ വഴി വരും, വിമാനം വഴി വരുമെന്നറിയില്ല, മറ്റ് റോഡ് വഴി വരും, ആളുകൾ പോയി കൊണ്ടുവരും. പല രൂപത്തിലാണ് ഇവിടെ ഇതെത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഇതിൻ്റെ ഒരു പിടി മുറുകിയാൽ മാത്രമേ ഇതിനെ കംപ്ലീറ്റ് പിടിക്കാൻ പറ്റുള്ളൂ. ആ നിലയിൽ രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രിയും കർണാടക മുഖ്യമന്ത്രിയുമായിട്ടൊക്കെ ആൾറെഡി ചർച്ച നടത്തി കുറേ അധികം മുന്നോട്ട് പോയി. ഇപ്പോഴിതാ നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഓപ്പറേഷൻ തൂഫാൻ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ലഹരിമുക്ത ഭാരതം എന്ന ലക്ഷ്യം ഇട്ട് 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന, അതപ്പോൾ 100 ആഴ്ച എന്ന് പറയുമ്പോൾ 70 പിന്നെ ഒരു 700, അതായത് എത്ര പറയാം, പിന്നെ ഒരാഴ്ച, മാസത്തിൽ 4 ആഴ്ചയാണ്. അപ്പോൾ അങ്ങനെ 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കല്പ അഭിയാൻ ക്യാമ്പയിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചിരിക്കുകയാണ്. യുവാക്കളെയാണ് ഇത് ലക്ഷ്യമിടുന്നത്. രാജ്യത്തുടനീളം 28,000-ലധികം വരുന്ന കേന്ദ്രങ്ങളിൽ നിന്നായി 1 കോടിയിലധികം യുവാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെയാണ് പ്രധാനമന്ത്രി കർമ്മ പരിപാടി ഉദ്ഘാടനം ചെയ്തത്, അല്ലെങ്കിൽ പ്രഖ്യാപിച്ചത്. 100 ആഴ്ചകളും ബോധവൽക്കരണമാണ്. അടുത്ത 100 ആഴ്ചകളിൽ എല്ലാ ഞായറാഴ്ചകളിലും കല, കായികം, സംസ്കാരം, ധ്യാനം എന്നിവ കോർത്തിണക്കി രാജ്യത്തുടനീളം ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുവാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കാശിയിൽ പൈലറ്റ് പ്രോജക്റ്റ് ആരംഭിച്ച ഈ പദ്ധതിക്ക് 125-ലധികം ആത്മീയ സന്നദ്ധ സംഘടനകളുടെ പിന്തുണ ലഭിച്ചിരുന്നു. അതൊരു ആത്മീയ തലത്തിൽ പോയെങ്കിൽ ഇപ്പോൾ ഭൗതിക തലത്തിലുള്ള ബാക്കി കലാ കായിക രംഗത്തേക്കുള്ള എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുന്ന വൻകിട പദ്ധതിയായി കേന്ദ്ര ഗവൺമെന്റ് ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്തെ ലഹരി വസ്തുക്കളുടെ ഒഴുക്ക് തടയാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അമിത്ഷായുടെ നേതൃത്വത്തിൽ കർശന നടപടികളാണ് സ്വീകരിക്കുന്നത്. ലഹരിക്കടത്ത് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്നവർക്കെതിരെ കടുത്ത ശിക്ഷ ഉറപ്പാക്കാനാണ് ബോധവൽക്കരണ പരിപാടികളും ശക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലഹരി മാഫിയകൾക്കെതിരെ സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ അറസ്റ്റുകളും കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് വേട്ടയും നടക്കുന്നുണ്ടെന്നും അത് തുടരുമെന്നും പ്രധാനമന്ത്രി വളരെ കൃത്യമായി ഇൻസ്റ്റഗ്രാമിലൂടെയും അല്ലാതെയും പറഞ്ഞിട്ടുണ്ട്. യുവാക്കൾ രാജ്യത്തിന്റെ ഭാവിയാണ്, ജാഗ്രത വേണം. 47-ഓടെ ഭാരതത്തിൽ വികസിത രാജ്യമാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിക്കേണ്ടവരാണ് യുവാക്കൾ. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ പുരോഗതിക്കായി അവർ ലഹരിയിൽ നിന്നും പൂർണ്ണമായും അകന്നു നിൽക്കണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. യുവാക്കളെ ലഹരിക്ക് അടിമകളാക്കി രാജ്യത്തിന്റെ വികസനത്തിന് തടയിടാൻ ശ്രമിക്കുന്ന ബാഹ്യശക്തികളെ എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര ശക്തികളെ കൃത്യമായി ജാഗ്രത പുലർത്തണമെന്നും അവരെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ടെന്നും കൃത്യമായി രാജ്യത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രക്ഷിതാക്കൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വലിയ ആഹ്വാനമാണ് നൽകിയിരിക്കുന്നത്. വീടുകളിൽ ലഹരിക്ക് അടിമപ്പെട്ട കുട്ടികളുണ്ടെങ്കിൽ ആ വിവരം മറച്ചു വയ്ക്കാതെ കൃത്യസമയത്ത് തന്നെ വൈദ്യസഹായവും പുനരധിവാസവും റീഹാബിലിറ്റേഷൻ സെന്ററിൽ കൊണ്ടുപോകലുമെല്ലാം ഉറപ്പാക്കാൻ രക്ഷാകർത്താക്കൾ ഇപ്പോൾ തന്നെ തയ്യാറാകണം. സ്കൂളുകളിലും കോളേജുകളിലും പഠനത്തോടൊപ്പം തന്നെ ലഹരി വിരുദ്ധ പരിപാടികളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നിർബന്ധമായി നടപ്പിലാക്കണമെന്നും കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഒരു ബിഗ് സല്യൂട്ട് രമേശ് ചെന്നിത്തലയ്ക്കാണ് കൊടുക്കേണ്ടത്. അദ്ദേഹം വളരെ ഹൃദയവികാരത്തോടു കൂടി ഈ പരിപാടി തുടങ്ങി വെച്ചു. വളരെ സത്യസന്ധമായി അദ്ദേഹം അത് മുന്നോട്ട് കൊണ്ടുപോയി. കോടിക്കണക്കിന് രൂപയുടെ ഈ മയക്കുമരുന്ന് പിടിച്ചു, ആയിരക്കണക്കിന് പേരെ പിടിച്ച് ജയിലിലിട്ടു. ജയിലിടിഞ്ഞാലും പുറത്തു വരത്തില്ല. ആ നിലയിൽ വളരെ വലിയ ഒരു ഓപ്പറേഷൻ കേരളത്തിൽ നടന്നു. അതിന് രാജ്യത്ത് കിട്ടുന്ന വളരെ വലിയ പ്രാധാന്യം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വളരെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് നടത്തേണ്ടതുണ്ട്. രാജ്യത്തെ ഇതൊരു കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് പദ്ധതി എന്ന് പറഞ്ഞോ, നരേന്ദ്രമോദി എന്നോ RSS എന്നോ സംഘപരിവാർ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് BJP, പിന്നെ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് കളിച്ച് കളയാതെ ഈ അവസരങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ നമ്മൾ തുടങ്ങി വെച്ചൊരു ഒരു വിഷയം നാഷണൽ ലെവൽ ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം കൂടെ മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് മനസ്സിലാക്കി കേരളത്തിലെ സമസ്ത ജനവിഭാഗങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി, ഇപ്പോൾ BJP ഒക്കെ ആണെങ്കിൽ റാലികൾ, സെമിനാറുകൾ, പിന്നെ ചർച്ചകൾ, എല്ലാ പരിപാടിയും ചെയ്യണം. കാരണം നിങ്ങളുടെ കേന്ദ്ര ഗവൺമെൻറ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ് പരിപാടി എന്നുള്ള നിലയിൽ സംസ്ഥാന സർക്കാരും ചെയ്യട്ടെ. പ്രതിപക്ഷം ഇതിനകത്ത് കൃത്യമായി സഹകരിക്കുകയൂടെ ചെയ്താൽ മറ്റൊരു കേരളം സാധ്യമാണ്. ലഹരി വിരുദ്ധമായ ഒരു കേരളത്തിന് എല്ലാ സാധ്യതയുമുണ്ട്. അത് മുന്നോട്ട് പോകുമെന്ന് തന്നെ നമുക്ക് കാര്യമായി പ്രതീക്ഷിക്കാം. എന്തായാലും രാജ്യത്ത് ഇനിയിപ്പോൾ മൻ കി ബാത്തിൽ, റേഡിയോയിൽ, TV-യിൽ ഒക്കെ വലിയ പരസ്യം ആവശ്യമുണ്ട്. അതുപോലെ തന്നെ തിയേറ്ററുകളിൽ സിഗരറ്റിനെതിരെ വലിയ പരസ്യമാണ് വരുന്നത്, ക്യാൻസർ വരുമെന്ന് പറഞ്ഞിട്ട്. അതുപോലെ ലഹരിക്കെതിരെ പരസ്യങ്ങൾ വരണം.
ബോർഡുകൾ വയ്ക്കണം, ചാനലുകളിൽ വരണം, സ്ട്രീറ്റ് ഷോകൾ നടക്കണം, കോളേജുകളിൽ ക്യാമ്പസുകളിലൊക്കെ കുട്ടികൾ കലാപരിപാടി നടത്തണം, മോക്ക് പരിപാടികൾ നടക്കണം, അതുപോലെ തന്നെ ജാഥകൾ നടത്തണം. ഇങ്ങനെ എല്ലാവരും പിന്നെ എന്തെല്ലാം പരിപാടികൾ ചെയ്തുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കഴിയുമോ? പോളിയോ നമ്മൾ വിമുക്തമാക്കിയ രാജ്യമാണ്, എയ്ഡ്സിനെ പിടിച്ചു കെട്ടിയ രാജ്യമാണ്, വൈറസുകളെ കോവിഡിനെയും കൊറോണയും പിടിച്ചു കെട്ടിയ രാജ്യമാണ്. നമുക്കിത് കഴിയും. ജനസംഖ്യയെ നമ്മൾ നിയന്ത്രിച്ച രാജ്യമാണ്. നമുക്കേ കഴിയൂ, നമുക്കിത് കഴിയും. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ വിഭാഗം ആളുകളുടെയും സഹകരണമാണ് വേണ്ടത്. ഇതൊരു വലിയ സോഷ്യൽ കോസാണ്. മറ്റെല്ലാം നമുക്ക് മാറ്റിവെക്കാം. നമുക്കൊന്നിച്ച് ഈ ഒരു വലിയ യജ്ഞം പോലെ ഇത് നടക്കണം. ഇത് ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് മാറണം. ചികിത്സ തേടേണ്ടവർ ചികിത്സ തേടണം. ഇനി ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ കൃത്യമായി ചികിത്സാ കേന്ദ്രത്തിൽ എത്തിക്കണം. ഇതിൻ്റെ സോഴ്സ് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. എല്ലാവർക്കും പങ്കുള്ള വലിയൊരു ബഹുജന യജ്ഞ പ്രസ്ഥാനമായി, വലിയൊരു പ്രസ്ഥാനമായി നമ്മൾ സാക്ഷരതാ യജ്ഞം നടത്തിയവരാണ്, വിദ്യാഭ്യാസ യജ്ഞം നടത്തിയവരാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു സമൂഹമാണ് കേരളം. അതുകൊണ്ട് കേരളത്തിന് ഇത് പറ്റും. ഇന്ത്യയിൽ ഈ ഉരുണ്ടുകൂടിയിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സപ്പോർട്ട് കൂടി എടുത്തുകൊണ്ട് കൂടുതൽ ഫണ്ടും സഹായവും നിയമങ്ങളും എല്ലാം ഉണ്ടാക്കി നമ്മുടെ സംസ്ഥാനം സമ്പൂർണ്ണമായി ലഹരി വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന രീതിയിൽ ലഹരി വിരുദ്ധ വീടുകൾ, ലഹരി വിരുദ്ധ വാർഡുകൾ, ലഹരി വിരുദ്ധ പഞ്ചായത്തുകൾ, ലഹരി വിരുദ്ധ ജില്ലകൾ, ലഹരി വിരുദ്ധ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന നിലയിലുള്ള ഒരു പരിപാടി നമ്മുടെ സംസ്ഥാനത്ത് നടക്കട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും ഞങ്ങളും ഒപ്പമുണ്ട്.